സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കോടതിയിലേക്ക് വരില്ലെന്ന് പ്രതീക്ഷിച്ച ചന്ദ്രമതി വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് മോഹൻ തമ്പി വക്കീലിനും ത്യാഗരാജനും ഇരുട്ടടി കിട്ടുന്നതിന് തുല്യമായി. ചന്ദ്രമതി കോടതിയിലെത്തുന്നതിന് മുമ്പ് നമ്മുടെ പ്രഭാവതിയെ മോഹൻ തമ്പി വക്കീൽ നിർത്തിപ്പൊരിക്കുന്നുണ്ട്. അതായത് അവരുടെ സ്വഭാവശുദ്ധിയെ ക്രൂരയാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് കോടതിയെ പല കാര്യങ്ങളും ബോധിപ്പിക്കുന്നു. അതായത് ദൈവിക പണവും സ്വർണവും കുറഞ്ഞു പോയ പെണ്ണായതിൻ്റെ പേരിൽ പ്രേമിച്ച് വിവാഹം കഴിച്ചിട്ട് പോലും ആ വിവാഹം അക്സെപ്റ്റ് ചെയ്തില്ല. വീട്ടിലെ ജോലിക്കാരിയുടെ മകനായ മുരളിയെയും കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കി. മാത്രമല്ല വിവാഹത്തിന് ശേഷം ഒരുപാട് യാതനകൾ ദേവിക്ക് നിങ്ങളായിട്ട് വരുത്തി വെച്ചു. ഗൗരിയുടെ കുഞ്ഞിനെ പോലും മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടിയിട്ട് തള്ളിയിട്ട് അബോഷനാക്കി. മാത്രമല്ല ബലരാമൻ്റെ മകളായ മീരയെ നിങ്ങളുടെ മോൻ വിവാഹം കഴിച്ചു എന്നറിഞ്ഞിട്ടും നിങ്ങളുടെ മകനെയും കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ നോക്കി. അങ്ങനെയുള്ള ഒരു ക്രൂരയായിട്ട് പ്രഭാവതിയെ ചിത്രീകരിക്കുന്ന സമയത്ത് കാട്ടൂരാൻ വക്കീൽ എതിർത്ത് പറയുന്നുണ്ട്. അങ്ങനെ പറയാനാകില്ല. കാരണം ഈ പറയുന്ന ഭാർഗവിയുടെയും ഗൗരിയുടെയും കൂടെയാണ് ഇപ്പം പ്രഭാവതിയും കുടുംബവും അഭയാർത്ഥികളായി താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാദത്തിന് പ്രസക്തിയില്ല എന്നൊക്കെ പറയുമ്പം മോഹൻ തമ്പി വക്കീൽ പറയുന്നു, പ്രസക്തി ഉണ്ടോ ഇല്ലയോ, ഇവരുടെ ആ ഒരു സ്വഭാവത്തിൻ്റെ സവിശേഷത ബഹുമാനപ്പെട്ട കോടതിയെ അറിയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ അതേസമയം ത്യാഗരാജൻ്റെ ഗുണ്ടകൾ സുഹറയാണെന്ന് തെറ്റിദ്ധരിച്ച് ചന്ദ്രമതിയെ സുരക്ഷിതമായി എത്രയും പെട്ടെന്ന് കോടതി റൂമിലേക്ക് എത്തിക്കുന്ന അതേ സമയം തന്നെ ഗിരീഷ് മാഷും കോടതി മുറിയിലേക്ക് വന്നു കയറുന്നു. പ്രഭാവതിയും നന്ദനയും ദേവികയുടെ അരികിൽ പോയി പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് അനുകൂലമായിട്ട് തന്നെ വിധി വരുമെന്നുള്ള രൂപത്തിൽ പറയുമ്പം എന്തായി മോനെ ചന്ദ്രമതി കണ്ടോ എന്നൊക്കെ തിരക്കുന്നു. വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് ഗിരീഷ് മാഷ് പോകുമ്പോഴും പ്രഭാവതിക്ക് സമാധാനമാകുന്നില്ല. കാരണം കോടതി വാദവിസ്താരങ്ങൾ ഏകദേശം തീരാറായി. ഇനിയും വൈകിയാൽ എന്താകും സിദ്ധാർത്ഥൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ചിട്ട് ആകെ ടെൻഷനും വിഷമവും ഒക്കെ ആകുന്നു. ചന്ദ്രമതി വരുമെന്നുള്ളൊരു പ്രതീക്ഷയില്ലായിരുന്നു. സുഹറയാണ് ഈ വന്ന് നിൽക്കുന്നതെന്നുള്ള കാര്യമാണ് പ്രഭാവതിയും അവരുടെ കുടുംബവും വിശ്വസിക്കുന്നത്. സുഹറയും കൂടി മൊഴി തങ്ങൾക്കെതിരായി പറയുവാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അതായത് സിദ്ധാർത്ഥന് കൊലക്കയറാണോ ജീവപര്യന്തമാണോ എന്നുള്ളതിലേ സംശയം വരൂ എന്നുള്ള കാര്യമൊക്കെ പ്രഭാവതിക്കും അറിയാം. ആ ഒരു അങ്കലാപ്പാണ് അവരുടെ മുഖത്ത് കാണുന്നത്. എന്തായാലും ചന്ദ്രമതിയെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് തനൂജയും ഗിരീഷ് മാഷും കാട്ടൂരാൻ വക്കീലും കൂടി ചേർന്നിട്ടാണെന്നുള്ളത് അവരുടെ മുഖഭാവം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അങ്ങനെ ചന്ദ്രമതി കോടതിക്കൂട്ടിലേക്ക് കയറിയെന്ന് എല്ലാ സത്യങ്ങളും ഒന്നൊന്നായി വിളിച്ചു പറയുന്നു. അതെല്ലാം കേട്ടിട്ട് ഒന്നും പറയാനാകാതെ നിൽക്കുന്നുണ്ട് മോഹൻ തമ്പി വക്കീൽ. സാധാരണ കാട്ടൂരാൻ എന്ത് പറഞ്ഞാലും അതിനെ കളിയാക്കുന്ന രൂപത്തിൽ കൊച്ചാക്കി പറയുന്നതായിരുന്നു അയാളുടെ നേച്ചർ. എന്നാൽ ചന്ദ്രമതി വന്ന് സത്യങ്ങൾ തുറന്നു പറയുന്നതോടെ സത്യം വിജയിക്കുന്നു എന്ന് മനസ്സിലായി. അയാൾക്ക് ഒന്നും മിണ്ടാനാകാതെ ഇരിക്കുന്നു. മാത്രമല്ല ചന്ദ്രമതി പറയുന്നുണ്ട്, ത്യാഗരാജൻ്റെ വീട്ടുതടങ്കലിലായിരുന്നു താൻ ഇത്രയും ദിവസം കഴിഞ്ഞിരുന്നത്. ഏത് നിമിഷവും തൻ്റെ ജീവൻ അപകടത്തിലാകുമെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. അയാളുടെ പീഡനം സഹിക്കാനാകാതെ സ്വയമായിട്ട് ആത്മഹത്യ ചെയ്യാൻ വരെ തീരുമാനിച്ചിരുന്നു. ആ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. വിശുദ്ധ വസ്ത്രമായ ഈ പർദ്ദ ധരിച്ച് വരാൻ തന്നെ കാരണം ഞാനാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയാൽ കോടതി റൂമിലേക്ക് കയറാൻ പോലും എനിക്കാകില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു സത്യം കൂടി എനിക്ക് കോടതിയെ ബോധിപ്പിക്കാനുണ്ട്. അപ്പോൾ ജഡ്ജി പറയുന്നുണ്ട്, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു. തനൂജ എന്ന് പറയുന്ന കുട്ടി സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിൻ്റെ മകളല്ല, എൻ്റെ ഭർത്താവായ ബലരാമൻ്റെ മകളാണ്. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ബലരാമൻ തന്നെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ വിൽപത്രം ഞാൻ കാട്ടൂരാൻ വക്കീലിന് തലേ ദിവസം തന്നെ മെയിൽ ചെയ്തിരുന്നു. ഒരു പക്ഷേ എനിക്ക് കോടതിയിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഈ തെളിവെങ്കിലും കോടതിയിൽ കാണിക്കാനാകുമല്ലോ എന്ന് പ്രതീക്ഷിച്ചാണ് ചന്ദ്രമതി അങ്ങനെ ചെയ്തിട്ടുണ്ടാകുക. അങ്ങനെ ആ ഒരു തെളിവൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ത്യാഗരാജനാകെ അങ്ങ് ഷോക്കാവുന്നു. കാരണം ബലരാമനും സിദ്ധാർത്ഥനും രണ്ടുപേരും കൂടി ജോയിൻ്റായി ചെയ്തിട്ടുള്ള കോടിക്കണക്കിന് വിലമതിക്കുന്ന ബിസിനസ് സാമ്രാജ്യം സ്വന്തമായി കൈയടക്കാൻ വേണ്ടിയിട്ടാണ് സിദ്ധാർത്ഥനെ കോടതിയിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂട്ടു നിൽക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ചന്ദ്രമതി കോടതിയെ ബോധിപ്പിക്കുന്നു. എൻ്റെ ഭർത്താവിനൊരു ചീത്തപ്പേര് വരരുത് എന്നുള്ള രൂപത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ തെറ്റ് ഏറ്റെടുത്തതിൻ്റെ പേരിൽ സിദ്ധാർത്ഥൻ സാറ് ഒരുപാട് യാതനകളും മാനക്കേടും അനുഭവിക്കേണ്ടി വന്നിരുന്നു. അതിന് സാറിൻ്റെ കാലിൽ വീണ് ഞാൻ മാപ്പ് പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ സിദ്ധാർത്ഥനും ഒരുപാട് വിഷമമാകുന്നു. മാത്രമല്ല ഗിരീഷ് മാഷിന് എതിരായിട്ട് ത്യാഗരാജൻ കൊടുപ്പിച്ച കള്ളക്കേസാണെന്നുള്ള സത്യവും കോടതിയിലേക്ക് വിളിച്ചു പറയുമ്പോഴത്തേക്കും എല്ലാ അർത്ഥത്തിലും മോഹൻ തമ്പി വക്കീലിൻ്റെ കേസ് പൊട്ടിയെന്ന് തന്നെ പറയാം. അങ്ങനെ സിദ്ധാർത്ഥൻ സാറിന് കോടതി അനുകൂലമായി വിധി
പുറപ്പെടുവിക്കുന്നുണ്ട്. മാത്രമല്ല സ്വത്തുവകകൾ സിദ്ധാർത്ഥന് തന്നെ വിട്ടുകൊടുക്കുകയും തനൂജയ്ക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ തനൂജയ്ക്കായിട്ടും കൊടുക്കുന്നുണ്ട്. കോടതിയിൽ നടന്ന എല്ലാ കാര്യങ്ങളും CP വിളിച്ച് അരുന്ധതിയെ അറിയിക്കുമ്പോൾ ചന്ദ്രമതി വന്നു എന്ന് കേട്ട് അരുന്ധതി ആകെ അങ്ങ് ഷോക്കാവുന്നു. ഒരു പെണ്ണിനെ പൂട്ടിയിടാൻ കഴിവില്ലാത്ത അവനൊക്കെ എന്തൊരു ഗുണ്ടയാണെന്നും പറഞ്ഞുകൊണ്ട് ചൂടാവുന്നു. മാത്രമല്ല അരുന്ധതിയുടെ ഭാഗത്ത് നിന്ന് ത്യാഗരാജന് ഇനി മുട്ടൻ പണിയാണ് വരാൻ പോകുന്നത്. അതായത് അരുന്ധതിയെ വെറുപ്പിച്ചതിൻ്റെ പേരിൽ അരുന്ധതി ആരാണെന്നുള്ള കാര്യം ഇനി ത്യാഗരാജൻ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ള. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാൾ പ്രഭാവതിയും കുടുംബത്തിനെയും മാത്രം ത്യാഗരാജന് ഭയന്നാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പം അരുന്ധതി എന്ന് പറയുന്ന ആ ഒരു വലിയ ശത്രുവിനെ പണം കൊണ്ടും ആൾബലം കൊണ്ടും ഗുണ്ടകളെ കൊണ്ടും ഒക്കെ സ്വാധീനമുള്ള അരുന്ധതിയുടെ ഭീഷണിയിൽ ആകെ വലയുന്നുണ്ട് ത്യാഗരാജൻ. ഒടുവിൽ എല്ലാ സത്യങ്ങളും ത്യാഗരാജനായിട്ട് തന്നെ പ്രഭാവതിയോടും സിദ്ധാർത്ഥനോടും അറിയിക്കുന്ന ആ ഒരു അവസരങ്ങളൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. മാത്രമല്ല താൻ ചെയ്ത എല്ലാ തെറ്റിനും ചന്ദ്രമതി മേഡത്തിനോടും പ്രഭാവതിയോടും സിദ്ധാർത്ഥനോടും മാപ്പ് പറയുന്നുണ്ട് ത്യാഗരാജൻ. തന്നെ എങ്ങനെയെങ്കിലും അരുന്ധതിയിൽ നിന്നും രക്ഷിക്കണമെന്നും അരുന്ധതി പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങൾ അനുസരിച്ചാണ് ഇത്രയും നാൾ പ്രഭാവതിയോടും സിദ്ധാർത്ഥൻ സാറിനോടും ക്രൂരതകൾ കാട്ടിക്കൂട്ടിയെന്നുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. സിദ്ധാർത്ഥൻ എന്തായാലും ജയിലിൽ നിന്ന് കുറ്റവിമുക്തനാക്കി പുറത്തിറങ്ങുന്നതിനെ തുടർന്ന് അയാളുടെ നിരപരാധിത്വം പൊതുസമൂഹത്തിനും മീഡിയയും എല്ലാം ചർച്ച ചെയ്യുന്നു. മാത്രമല്ല അയാളുടെ പോയ ആ ഒരു ഇമേജും MLA സ്ഥാനവും അധികം താമസിക്കാതെ തന്നെ തിരിച്ചു നേടാനാകുന്നു. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥനെ ത്യാഗരാജനെ പോലെ ഒരുത്തന് നേരിടാനാകുന്നില്ല. അരുന്ധതിയും സിദ്ധാർത്ഥനും മാറി മാറി ത്യാഗരാജനെ വട്ടം ചുറ്റിക്കുന്നതിൻ്റെ ഫലമായിട്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് സിദ്ധാർത്ഥൻ്റെ സംരക്ഷണ കവചം തനിക്കായി ഒരുങ്ങുന്നുണ്ട് ത്യാഗരാജൻ. അപ്പോൾ എന്തൊക്കെയാകുമെന്ന് കാത്തിരുന്ന് കാണാം. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.